ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കുക്ക് വ്ളോഗ്സ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. അതും റാഗി പുട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ടാണ്. വിത്ത് കൂടെ ക്യാരറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോക്കനട്ട് ഉണ്ട്. വാമയ്ക്ക് കോക്കനട്ടും ക്യാരറ്റും ഒരുപോലെ ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ വെജിറ്റബിൾ ഒന്ന് ആഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് വാമയെ പോയി നോക്കാം. വാമി നല്ല സുഖ ഉറക്കമാണ്. അങ്ങനെ മാമിയുടെ ഇഷ്ടപ്രകാരം മാമി ചൂസ് ചെയ്തതുപോലെ മാമിക്ക് ഒരു കോക്കനട്ട് ഫുഡും വേണമെന്ന് പറഞ്ഞു, ഒരു ക്യാരറ്റ് ഫുഡും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ മാമി ഇതേ പല്ലൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ സ്പൂൺ വേണമെന്ന് പറയുന്ന വാമിയുടെ വാശിയിൽ ഞാൻ കീഴടങ്ങിയിട്ട് അതായത് സ്പൂൺ കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്ത് കാണിക്കാനാണെന്ന് അറിയില്ല. സ്പൂണും വെച്ചിട്ട് അതുപോലെ തന്നെ പഴവും കൊടുത്തിട്ടുണ്ട്. ഈ പുട്ടും കഴിച്ച് പഴവും കുത്തി കഴിക്കാനായിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. ഇതെൻ്റെ ടോയാണ്. ഏറ്റവും വലിയ തടിയൻ ടെഡ്ഡി ആയിരുന്നു. ഇപ്പോൾ വാമിയുടെ ഫേവറേറ്റ് ടോയാണ്. നല്ല സുഖമാണ് എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഏകദേശം മഴ ക്ലൈമറ്റൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെയിൽ വന്ന സമയത്ത് ഞാൻ കരുതി ഒന്ന് ഔട്ടിങ്ങിനൂടെ പോവാമെന്ന്. പക്ഷേ ഔട്ടിങ് എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വീടൊക്കെ കുറച്ച് വൃത്തിയാക്കി മാമിയുടെ ഡ്രസ്സസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ മാമിയുടെ ഡ്രസ്സസൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ വാമിയുടെ ഡ്രസ്സസ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലവ്ലാപ്പിൻ്റെ ബേബി ലോണ്ട്രി ഡിറ്റർജൻ്റ് ആണ്. ഇത് ടോക്സിക് ഫ്രീ ആണ്. അതുപോലെ ഫോസ്ഫേറ്റ്, ഫ്ലൂറസൻസ് ഫ്രീ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ആകുമ്പോൾ ഒരുപാട് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നല്ല ടഫ് ഓൺ സ്റ്റെയിൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലോണം വാഷ് ചെയ്ത് കിട്ടും. പിന്നെ ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും അടങ്ങിയിട്ടില്ല. ഒരു നാച്ചുറൽ അലോവേറ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ലവ്ലാപ്പിൻ്റെ ബേബി ലോണ്ട്രി ഡിറ്റർജൻറ്റ് ലിക്വിഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 to 6 ക്ലോത്ത്സ് ആണെങ്കിൽ ഒരു 30 ml, അതുപോലെ തന്നെ കുറച്ചധികം അതായത് 8 ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 60 ml ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഫോം വരുമ്പോൾ നമ്മൾക്ക് ഡ്രസ്സസ് ആഡ് ചെയ്ത് നല്ലോണം ഒരു 10 minutes ഇട്ട് വയ്ക്കാം. അപ്പോൾ വാമി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വാമയെല്ലാം ആഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ 10 minutes അവിടെ ഇരിക്കുമല്ലോ. ലഞ്ചിനായിട്ട് നമുക്കുള്ളത് നല്ല നത്തോലി കറി, നല്ല നത്തോലി ഫ്രൈയും അതുപോലെ കോവയ്ക്ക തോരനാണ്. ഈ കോവയ്ക്കയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ലേഡീസ് ഫിംഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാമി ഇവിടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ റെഡി ആയിരിപ്പുണ്ട്. താങ്ക് യു. കഴിക്കും. വെണ്ടയ്ക്കയും കോവയ്ക്കും ഒരുമിച്ചിട്ടതാ. അങ്ങനെ ഫുഡിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ വീണ്ടും മാമി എത്തിയിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ബീച്ചിലോട്ടാണ്. അപ്പോൾ ഞാൻ, വാമി, അമ്മ, എൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പോവാണ്. ഇന്ന് ഇച്ചിരി ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. കാരണം മഴയില്ല, ഇച്ചിരി പ്ലസൻറ്റ് ക്ലൈമറ്റാണ്, ഇച്ചിരി നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കരുതി ബീച്ചിലോട്ട് പോകാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് പോയതാണ്. ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് ഇവിടെ കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. വാമി നല്ല ഹാപ്പി മൂഡിലാണ്. കാരണം പാലക്കാട് അങ്ങനെ ബീച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ട്രിവാൻഡ്രം വരുമ്പോൾ ബീച്ചിൽ പോകുമ്പോൾ നല്ല ഹാപ്പി മൂഡിൽ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ട്രാവലിംഗ് തുടങ്ങി. അങ്ങനെ കോവളം എത്തിച്ചേർന്നിരിക്കും. നമ്മൾ കോവളത്തോട്ട് എത്തി.
ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഒറ്റ ആൾ പോലും ഇല്ല. അവിടെ ഫുൾ വിജനമായിരുന്നു. അത് മാത്രമല്ല അവിടെ ഫുൾ വെള്ളവും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വന്നു ഓക്കെയാണ്, പക്ഷേ എന്തോ സംതിങ് ഫിഷി. അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഈ പടവുകൾക്ക് താഴെ നോക്കിയപ്പോഴത്തേക്കും തിരമാല ഈ കല്ലൊക്കെ അടുക്കിയിട്ട് ആ പ്രദേശത്ത് മൊത്തം തിരമാലയായിരുന്നു. പിന്നെ അവിടെ നിന്നില്ല ഗൈസ്, നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഇതൊരു ഫ്ലോപ്പായ ഔട്ടിംഗ് ആയിപ്പോയി. പക്ഷെ സാരമില്ല, അവിടെ വരുന്ന ട്രാവൽ ചെയ്തു, അത്ര തന്നെ. പിന്നെ വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു സൺസെറ്റ്, അത് കണ്ടങ്ങ് തൃപ്തിപ്പെട്ടു. അങ്ങനെ വാമി ട്രാവലിംഗ് ചെയ്ത ക്ഷീണത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. അങ്ങനെ മഴക്കാലം കഴിഞ്ഞ് കുറച്ചൊന്ന് വെയിൽ കണ്ടപ്പോഴത്തേക്കും പുറത്തൊന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഫ്ലോപ്പായ ഒരു ഔട്ടിംഗ് ആയിപ്പോയി. പക്ഷെ സാരമില്ല, ഇതൊരു ചെറിയ വ്ളോഗാണ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നൊരു ബൈ.